الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂലു സലാസ എന്ന റിസാലയിലൂടെ 3 അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അസ്ലിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സംസാരിച്ചത്. മാരിഫത്തുൽ അബ്ദി റബ്ബഹു എന്നുള്ളത്, അടിമ തന്റെ റബ്ബിനെ തിരിച്ചറിയുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞത്. ഇനി രണ്ടാമത്തെ അസ്ല് അൽ അസ്ലു സ്ഥാനി, രണ്ടാമത്തെ അസ്ല് മാരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അസ്ല്. വഹുവ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി മുസന്നിഫ് റഹിമഹുല്ലാ എന്താണ് ഇസ്ലാം എന്നതിന്റെ നിർവചനമാണ് നൽകുന്നത്. അത് ഇപ്രകാരമാണ് നൽകുന്നത്: വഹുവ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. ഇതാണ് ഇസ്ലാമിന്റെ നിർവചനമായി മുസന്നിഫ് റഹിമഹുല്ലാ നൽകുന്നത്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടലാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്. അതായത് തൗഹീദ് അംഗീകരിക്കുക, അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർവചനത്തിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തേത് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അനുസരണം കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുക. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതിൽ എന്തും ചെയ്യുന്നുണ്ട്, പ്രവൃത്തിയും കൂടി വരുമ്പോഴാണ് ഇൻഖിയാദാവുക. കേവലം എന്തല്ല, ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുക, സമ്മതിക്കലാണ്, കീഴ്പ്പെടലാണ്. ഇൻഖിയാദ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടെ, ആ കീഴ്പ്പെടൽ എന്താണോ നമ്മോട് താല്പര്യപ്പെടുന്നത്, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വിരോധിക്കുന്നത്, അതിനെന്ത് ചെയ്യുക, പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക. അതാണ് ഇൻഖിയാദ്. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. മൂന്നാമത്തെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് പറയുക, അവരുമായി പുലർത്തേണ്ട ബന്ധവിച്ഛേദനം. ഏതൊരു രീതിയിലാണോ അവരോട് ഇടപഴകേണ്ടത്, എങ്ങനെയാണോ ഇസ്ലാം നമ്മോട് നിഷ്കർഷിക്കുന്നത്, ആ രീതിയിൽ ബറാഅത്ത് പറയുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇതാണ് ഇസ്ലാമിന്റെ നിർവചനം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. അതിനെ ഇവിടെ ഷാരിഹ് ഷെയ്ഖ്
ഹൈസം ഫർഹാൻ ഹഫിളഹുല്ല ഇപ്രകാരമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഫഹാദ താരിഫുൽ ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ നിർവചനം. അതായത് അൻ തുസല്ലിമ അംറക ലില്ലാഹി സുബ്ഹാനഹു വ തആല, നിന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. ലിഅന്നക അബ്ദുൻ, കാരണം നീ എന്താണ്? അള്ളാഹുവിന്റെ അടിമയാണ്. വൽ അബ്ദു ലാ ബുദ്ദ അൻ യുസല്ലിമ ലിസയ്യിദ്, അബ്ദ് അടിമ നിർബന്ധമായും ഉടമയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. വസ്സയ്യിദുല്ലാ, സയ്യിദ് എന്ന് പറയുന്നത് ആരാണ്? അള്ളാഹുവാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സയ്യിദുല്ലാ എന്നുള്ളത്. അതുകൊണ്ട് ഒരടിമ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്, തന്റെ ഉടമയ്ക്ക് കീഴ്വണങ്ങുക, അവന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുക, അതേപോലെ തന്നെ ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ബന്ധവിച്ഛേദനം നടത്തുക, ഇതിനാണ് ഇതെന്ന് പറയുക. ഇസ്ലാം എന്ന് അതിന്റെ നിർവചനമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ദീനിന്റെ 3 മർത്തബകളെ സംബന്ധിച്ചാണ് പറയുന്നത്. വഹുവ സലാസു മറാത്തിബ്, ഈ ദീൻ എന്നുള്ളത് അത് 3 മർത്തബയാണ്, 3 ഘട്ടങ്ങളാണ് അതിനുള്ളത്. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം, രണ്ടാമത്തേത് വൽ ഈമാൻ, മൂന്നാമത്തേത് വൽ ഇഹ്സാൻ. ഈ 3 ഘട്ടങ്ങളാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, 3 മർത്തബകളാണ് ഇതിനുള്ളത്. വകുല്ലു മർത്തബത്തിൻ ലഹ അർക്കാനും, ഓരോ മർത്തബകൾക്കും അതിൻ്റെതായ എന്തുണ്ട്? റുക്കുനുകളുണ്ട്, ഘടകങ്ങളുണ്ട്. അപ്പോൾ ദീനിന് ഈ പറയപ്പെട്ട 3 മർത്തബകളുണ്ട്. അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് മുസ്ലിം ആവുക എന്നുള്ളതാണ്. ഇസ്ലാമിലൂടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈമാനിലേക്ക് പ്രവേശിക്കുക. മുസ്ലിമായി എന്നുള്ളത് കൊണ്ട് എന്താകണമെന്നില്ല, മുഅ്മിനാകണമെന്നില്ല. മുഅ്മിനായി എന്നുള്ളത് കൊണ്ട് മുഹ്സിനുമാകണമെന്നില്ല. പക്ഷെ മുഹ്സിനാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അവൻ മുഅ്മിനും മുസ്ലിമുമായിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും മുകളിലുള്ള ദർജ. പരിശുദ്ധ ഖുർആൻ കുഫാറുകളെ സംബന്ധിച്ചും ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാമും, അവർക്ക് ഇസ്ലാം ഉണ്ടായിരുന്നു എന്നും ഈമാൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതെന്തായിട്ടില്ല, പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ഇസ്ലാമും ഈമാനും അവർക്ക് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ആകാശഭൂമികളിലുള്ള സകലരും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരാണ്. തൗഅൻ ഔ കർഹൻ. തൗഅൻ ഔ കർഹൻ എന്ന് പറഞ്ഞാൽ, തൗഅൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ അവന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിച്ച് അവനാണ് സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇബാദാത്തുകൾ അവന് മാത്രം അർപ്പിക്കുക, അതാണ്. എന്നാൽ കർഹൻ എന്ന് പറഞ്ഞാൽ അതിന് ഉലമാക്കൾ വ്യാഖ്യാനിച്ചത്, അവർ അള്ളാഹുവാണ് റബ്ബും സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനെന്നും എല്ലാം വിശ്വസിക്കും, പക്ഷേ ഇബാദാത്തുകൾ എന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കും. അവിടെ വലഹു അസ്ലമ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് മുസ്ലിമായിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇസ്ലാമിലേക്ക് കയറി എന്നുള്ളതിനാൽ പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല? പ്രവേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയിലേക്ക് അവരെന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈമാനെ കുറിച്ചും പറയുന്നുണ്ട്, അവരിലധികം ആളുകളും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്തും. അപ്പോൾ ഇവിടെ ഈ 3 ദറജകളുണ്ട്, 3 മർത്തബകളുണ്ട്. ഈ 3 മർത്തബയും അതിൻ്റെതായ അർക്കാനുകളുണ്ട്. അത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം എന്ത് ചെയ്യണം? ഒരു വിശ്വാസിയുടെ ഭാഗത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന് 5 റുക്കനുകളുണ്ട്. ഫഅർക്കാനുൽ ഇസ്ലാമി ഖംസത്തുൻ, 5 റുക്കനുകളാണ് ഇസ്ലാമിനുള്ളത്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കലാണ് ഒന്നാമത്തെ ഇസ്ലാമിന്റെ റുക്ന്. അതിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുക? ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. വ ഇഖാമുസ്സലാ, രണ്ടാമത്തേത് നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കലാണ്, നിലനിർത്തലാണ്. വ ഈതാഉ സക്കാ, സക്കാത്ത് കൊടുത്തു വിടലാണ്. വ സൗമു റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. വ ഹജ്ജു ബൈത്തുല്ലാഹിൽ ഹറാം, കഅബയിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഹജ്ജ് ചെയ്യുക. ഇതാണ് എന്ത്? ഇസ്ലാമിന്റെ 5 റുക്കുനുകൾ. ഇതിന്റെ തെളിവാണ് ശേഷം മുസന്നിഫ് പറയുന്നത്. ഈ 5 റുക്കുനുകളും ഇസ്ലാമിന്റെ റുക്കുനുകളാണ് എന്നിപ്പോ പറഞ്ഞു. എന്താണ് അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവ് ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ വാക്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദലീലു ഷഹാദത്തി ഖൗലുഹു തആല,
നേരത്തെ പറഞ്ഞ ഷഹാദത്തിനുള്ള ദലീല് അള്ളാഹുവിന്റെ വാക്യമാണ്. അള്ളാഹ് പറയുന്നത് ഷഹിദ് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്തിനാണ് അള്ളാഹ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, കാര്യം ഇബാദത്തിന്റെ അർഹത അവനല്ലാതെ മറ്റാർക്കുമില്ല എന്നുള്ള കാര്യത്തിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമുൻ ബിൽ ഖിസ്ത്, മലായികത്തും അതിന് സാക്ഷികളാണ്, അവരും അതിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൽമ നൽകപ്പെട്ടിരിക്കുന്ന ഇൽമുടയവരായ ആളുകളും അവർ തന്നെ നീതി സ്ഥാപിക്കുന്നവരായ നിലയിൽ, നീതിയിൽ നിലകൊള്ളുന്നവരായ നിലയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ പ്രതാപവാനും യുക്തിജ്ഞനുമായ അള്ളാഹുവിനല്ലാതെ അവനല്ലാതെ എന്തില്ല? ഇബാദത്തിന് ഒരു അർഹനായിക്കൊണ്ട് ഒരു ഇലാഹുമില്ല. അപ്പോൾ ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിന്റെ സാക്ഷ്യവചനത്തിന്റെ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ അംബിയ മുസ്ലിങ്ങളും എന്ത് ചെയ്തത്? നിയോഗിക്കപ്പെട്ടത്. കിതാബുകൾ ഇറക്കപ്പെട്ടതിന് വേണ്ടിയിട്ടാണ്. ജിഹാദ് നിയമമാക്കപ്പെട്ടതിന് വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിദാനം, അടിസ്ഥാനം എന്താണ്? ഈ പറയുന്ന കലിമയാണ്. ആ കലിമയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠതകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിലും സുന്നത്തിലും ധാരാളം കാണാം. അപ്പോൾ അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത, തൗഹീദിന്റെ ശ്രേഷ്ഠത ധാരാളം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താണ്? ഒരാൾ മുൻഗാമികളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നന്മയായിട്ട് ഒന്നും ഉണ്ടായില്ല. ഏതൊഴികെ? ഇല്ല തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴികെ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൗഹീദ്. അത് മാത്രം ഒരാൾ എന്ത് ചെയ്യും? രക്ഷപ്പെടുത്താൻ കഴിവുള്ള, സ്വാധീനമുള്ളതായ ഒരു പദമാണ്. ഭയങ്കര പ്രസക്തമായ ഒരു വാക്യമാണത്. ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ചെയ്താൽ, അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടാൽ, ശരിയായി അവൻ അതിനെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അത് തന്നെ മതി എന്ത് ഒരാൾക്ക് രക്ഷപ്പെടാൻ. അപ്പം അതിന്റെ തഹ്ഖീഖ് ചെയ്യുന്ന ധാരാളം രീതികളുണ്ട്. ചെറിയ ശിർക്കിൽ നിന്നും വലിയ ശിർക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? രക്ഷപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ശിർക്ക് ഒക്കെ പലപ്പോഴും ധാരാളം ആളുകളിൽ സ്വാഭാവികമായിട്ട് കടന്നുവല്ല, അത് പരിശീലിക്കേണ്ടതാണ്. ചെറിയ ശിർക്കാണല്ലോ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഒരാൾ ഇപ്പോൾ നമ്മുടെ വാക്കുകളിലൊക്കെ ചിലപ്പോൾ ഒന്ന് വന്നുപോകും, അവനില്ലായിരുന്നെങ്കിൽ കാര്യം നടക്കൂലായിരുന്നു, അവനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇതുപോലുള്ള വാക്കുകൾ പറയലുണ്ട് സ്വാഭാവികമായിട്ട്. ഇതിനാണ് എന്ത് പറയണേ? ചെറിയ ശിർക്കിന്റെ പെട്ട കാര്യങ്ങളാണത്. ഒരു നിഅമത്തിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ എന്ത് ചെയ്യുക? സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുക. ഇത് വലിയ ശിർക്കൊന്നുമല്ല, പക്ഷെ എന്താണ്? ചെറിയ ശിർക്കാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് നമ്മൾ കരുതിക്കൊണ്ട് പറയണമല്ലല്ലോ, അള്ളാഹുവാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാലോ എന്ന് പറയും. അള്ളാഹുവാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഇങ്ങനെ പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് അവനില്ലായിരുന്നെങ്കിൽ കാര്യം നടക്കൂലായിരുന്നു, അവൻ തന്നെയാണ് കാര്യങ്ങൾ നടത്തിയത് എന്ന് വിശ്വസിച്ചാലോ അത് വലിയ ശിർക്കായി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കായി മാറി. അപ്പോൾ തൗഹീദിനെ സാക്ഷാത്കരിക്കുക, അതിന് നല്ല പരിശീലനം വേണം. ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വാക്കുകൾ അങ്ങനെ വന്നു പോകലുണ്ട്. അപ്പോൾ ഇത് നല്ല പരിശീലനത്തിലൂടെയാണ് നേടിയെടുക്കേണ്ടത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബു തൗഹീദിൽ ഇത് തൗഹീദിനെ ഇല്ലായ്മ ചെയ്യുന്നതും അതിനെ കുറച്ച് കളയുന്നതുമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, അത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം വായിച്ച് പൂർത്തിയാക്കിയാൽ എന്ത് ചെയ്യണം? വീണ്ടും വായിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഷർഹ് വായിച്ചാൽ അടുത്ത ഷർഹ് വായിക്കണം. നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. കാരണം തൗഹീദ് കൃത്യമാക്കുക എന്നുള്ളത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിന്റെ വിജയം അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമാകുന്ന ഒന്നാമത്തെ അനിവാര്യത. അതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വമഅനാഹ, അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഇബാദത്തിന് അർഹതയുള്ളതായിട്ട് ഒരു മഅബൂദുമില്ല. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയില്ലാത്തവരാണ് ധാരാളം ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാരും തന്നെ ഇല്ല എന്നുള്ളതല്ല. അർഹതയോടെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാ മഅബൂദ ബിഹഖിൻ, ഹക്കായ നിലയിൽ ഉള്ള ഒരു മഅബൂദുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇതിൽ ലാ ഇലാഹ എന്നുള്ളത് നാഫിയൻ ജമീഅ മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും നിരാകരിക്കുക എന്നുള്ളതാണെന്ത് ലാ ഇലാഹ എന്നുള്ളതിന്റെ അർത്ഥം. അതാണ് അതിന്റെ ഒരു ഘടകം, നഫിയാണ്. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തുണ്ടോ അതിനെല്ലാം ചെയ്യുക, നിരാകരിക്കുക. അള്ളാഹുവിന് പുറമെ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് പെട്ടു. അതിനകത്ത് മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും നബിയാണെങ്കിലും റസൂലാണെങ്കിലും അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണെങ്കിലും വൃക്ഷമാണെങ്കിലും കല്ലാണെങ്കിലും എന്താണ് എന്ത് ചെയ്തു? അതിൽ പെട്ടു. ഇവകളെല്ലാം എന്ത് ചെയ്യുക? നിരാകരിക്കുക. അവകൾക്ക് ഇബാദത്തില്ല എന്ന് ചെയ്യുക, പ്രഖ്യാപിക്കുക, അത് വിശ്വസിക്കുക. ഇല്ലല്ലാ എന്നുള്ളത് മുസ്ബിത്തൻ അൽ ഇബാദത ലില്ലാഹി വഹദ, അള്ളാഹുവിന് മാത്രം ഇബാദത്തിന് എന്ത് ചെയ്യുക? സ്ഥിരപ്പെടുത്തുന്നവനായ നിലയിൽ. ബാക്കിയുള്ള ഇലാഹുകളേക്ക് എന്ത് ചെയ്യുന്നു? നിരാകരിക്കുന്നു. അവന് ലാ ശരീക ലഹു ഫി ഇബാദത്തി, ഇബാദത്തിൽ എന്തില്ല? അവന് യാതൊരു പങ്കാളിയുമില്ല. ഇതാണ് ഇല്ലല്ലാ. കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കി, അവന്റെ ആധിപത്യത്തിൽ റുബൂബിയ്യത്തിൽ എന്തില്ല? അവന് പങ്കാളിയൊന്നുമില്ല എന്നതുപോലെ റുബൂബിയ്യത്തിൽ അള്ളാഹുവിന് പങ്കാളിയില്ല എന്ന് സമ്മതിക്കുന്നവരാണെന്ത്? മൊത്തത്തിൽ സകല മനുഷ്യരും. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവരത് ഇജ്മാലിയായിട്ട് മൊത്തത്തിൽ അംഗീകരിച്ച ആൾക്കാരാണ്. അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത് അവർ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അതിനെ തെളിവ് പറഞ്ഞിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യണത്? നിങ്ങൾ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോ മുൽക്കിന്റെ കാര്യത്തിൽ, ആധിപത്യത്തിന്റെ കാര്യത്തിൽ അവന് പങ്കാളികളില്ല എന്നതുപോലെ എന്തില്ല? ഈ പറയുന്ന ഇബാദത്തുകളുടെ കാര്യത്തിലും അവന് ഒരു പങ്കാളികളുമില്ല, അവന് മാത്രമായിരിക്കണം ഇബാദത്ത് എന്നുള്ളതാണ്. ഇനി തഫ്സീറുഹാ അല്ലദീ യുവദ്ദിഹുഹാ ഖൗലുഹു തആല, എന്നിട്ട് ഇതിന്റെ തഫ്സീർ പറയുകയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ വിശദീകരണം? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്രകാരം കാണാം: വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി ലഅല്ലഹും യർജിഊൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായ സന്ദർഭം ആരോടാണ് പറഞ്ഞത്? ലി അബീഹി വഖൗമിഹി, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഉപ്പയോടും തന്റെ ജനതയോടും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ, നിശ്ചയമായും ഞാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവകളിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഞാൻ ബറാഅത്ത് പറയാണ്, അതുമായിട്ട് എനിക്കെന്തില്ല? ഒരു ബന്ധവുമില്ല. ഇതാണ് ലാ ഇലാഹ. ബറാഉം മിമ്മാ തഅബുദൂൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്നായി. നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അവകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒഴിവാണ്. ഞാൻ അതിനെ നിരാകരിക്കുകയാണ്, അതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്തൊഴികെ? ഇല്ലല്ലദീ ഫതറനീ, ആരാണോ എന്നെ സൃഷ്ടിച്ചവൻ അവനൊഴികെ, അവന് മാത്രമേ എന്തുള്ളൂ? അവന് മാത്രമേ എൻ്റെ ഇബാദത്തുകളുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യാഖ്യാനമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ നൽകിയത്. നിങ്ങൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവല്ലാതെ മറ്റാർക്കെല്ലാം നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? സൃഷ്ടാവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സൃഷ്ടാവല്ലാത്ത വേറെ ആർക്കെല്ലാം നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടോ, നേർച്ചകൾ അർപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്നുണ്ടോ, പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ടോ, അവകൾ എന്താണ്? ബാത്തിലായ ഇലാഹുകളാണ്. അവളുമായിട്ടൊന്നില്ല, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുമായിട്ട് മാത്രമേ എന്തുള്ളൂ? ബന്ധമുള്ളൂ. ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ, നിശ്ചയമായും അവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അവൻ എനിക്ക് ഹിദായത്ത് നൽകും. വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി ലഅല്ലഹും യർജിഊൻ. വജഅലഹാ, അല്ലാഹു ഇതിനെ, ഈ വാക്യത്തെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പറയുന്ന പ്രസ്താവനയുണ്ടല്ലോ, ഇതിനെ അല്ലാഹു ആക്കി കലിമതൻ ബാഖിയതൻ, എന്നെന്നും അവശേഷിക്കുന്ന കലിമയാക്കി. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്. എന്നും, അതായത് ഖിയാമത്ത് നാൾ വരെയുമുള്ള അവശേഷിക്കുന്ന ഒരു കലിമത്തായിട്ട് അള്ളാഹു ഇതിനെ നിശ്ചയിച്ചു. ഫീ അഖ്ബിഹി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്നിലുള്ള ആളുകൾക്ക്, ലഅല്ലഹും യർജിഊൻ, അവർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സത്യത്തിലേക്ക് മടങ്ങാൻ.
അപ്പോൾ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഇതാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലരിൽ നിന്നും ഞങ്ങൾ എന്താണ്? മുക്തരാണ്, ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾ അതുമായിട്ടും ഇതില്ല, ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഈ പറയുന്ന പ്രസ്താവന, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കലിമത്തൻ ബാഖിയായിട്ട്, എന്നൊന്നും അവശേഷിക്കുന്ന കലിമത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന്റെ വ്യാഖ്യാനമാണ് അള്ളാഹുവിന്റെ മറ്റൊരു വാക്യം, ഖുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ ജൂതനസാറാക്കളെ, കിതാബ് നൽകപ്പെട്ടവരെ, തആലൗ ഇലാ കലിമത്തിൻ, നിങ്ങൾ ഒരു കലിമത്തിലേക്ക് കടന്നു വരിക. ഏതാണ് കലിമത്ത്? സവാഇൻ ബൈനനാ വബൈനക്കും, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. എന്താണ് അതിന്റെ പ്രത്യേകത? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ നാം എന്ത് ചെയ്യാൻ പാടില്ല? ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ആശയം. അതാണ് ആ കലിമത്ത്. അള്ളാഹുവിനല്ലാതെ നാം എന്ത് ചെയ്യാൻ പാടില്ല? ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വലാ നുശ്രിക ബിഹി ശൈഅ, അവനിൽ ഒന്നിനെയും നാം പങ്കു ചേർക്കാനും പാടില്ല, ശിർക്ക് ചേർക്കാനും പാടില്ല. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നമ്മിൽ ചിലരെ റബ്ബുകളാക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്തിലേക്ക് പറഞ്ഞേക്കുക, ഫഖൂലു ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് എന്ന് എന്തിലേക്ക് പ്രഖ്യാപിച്ചേക്കുക എന്ന് അവരോട് പറയുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ളതല്ല, ഇബാദത്തിന് അർഹതയുള്ളതായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇബാദത്തിന്റെ ചില ഇനങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന ഇബാദാത്തുകളെല്ലാം ആർക്ക് മാത്രമേ പാടുള്ളൂ? സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലക്ഷ്യം. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അത് നിരന്തരം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, 1000-ഓ 10,000-ഓ 70,000-ഓ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർ കൊടുക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്നു. എന്തായി മാറി? ലാ ഇലാഹ ഇല്ലല്ലാഹയെ ലംഘിച്ചു. അതിന്റെ യഥാർത്ഥത്തിലുള്ളതായ അർത്ഥം എന്ത് ചെയ്യുന്നില്ല, അവർ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ഹൈസം ഫർഹാൻ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, മഅനാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നാണോ? ഇബാദത്ത് മഅബൂദ്, ആരാധ്യനായിട്ട് അള്ളാഹു അല്ലാതെ ആരുമില്ല എന്നാണോ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എന്താണ് ആ വാദം? എന്താണ്? ബാത്തിലായ വാദമാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നുള്ളതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. കാരണം അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ധാരാളം ആരാധ്യനുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ധാരാളം കണക്കിന് എന്ത് ചെയ്യുന്നുണ്ട്? ആരാധ്യരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ലിഅന്നഹു ബിഹാദൽ കലാമി യുസഹ്ഹിഹു കുല്ല മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും സഹിഹാക്കലാകും അതുകൊണ്ട് സംഭവിക്കുക. അപ്പോ ലാകിൻ ഇൻദമാ യഖൂലു ബിഹഖ്ഖിൻ ലാ മഅബൂദ ബിഹഖ്ഖിൻ എന്ന് പറയുമ്പോൾ ഇബാദത്തിന് യഥാർത്ഥത്തിലുള്ള അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ ഫഹാദാ ദലീലുൻ അന്നഹു യക്ഫുറു ബിജമീഇ മാ യുഅബദു മിൻ ദൂനില്ലാഹ് വ അൻ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും എന്ത് ചെയ്യപ്പെടും? നിരാകരിക്കപ്പെടും. അവന് മാത്രമല്ലാതെ ഇബാദത്ത് പാടില്ല എന്നുള്ളതായ അർത്ഥം ചെയ്യും കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ബി ഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതിന്റെ ആശയം ശരിയാണ്. ലാ റബ്ബ ബി ഹഖിൻ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? ശരിയാണ്. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബി ഹഖിൻ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെയാണ്. കാരണം റബ്ബ് അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കാനല്ല എന്ത് ചെയ്തത് അമ്പിയാക്കൾ വന്നത്. കാരണം റബ്ബ് അള്ളാഹുവാണ് എന്ന് അംഗീകരിച്ച സമൂഹത്തിലേക്കാണ് എന്ത് ചെയ്തത്, അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സന്താനങ്ങളിലേക്കാണ് മൂസാ അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, നിയോഗിക്കപ്പെടുന്നത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളാണ് അവിടെ ഉള്ളവര്. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നവരാണ്, അള്ളാഹുവിന് പ്രാർത്ഥനകൾ നടത്തുന്നവരാണ്, ഹജ്ജ് ചെയ്തിരുന്നവരാണ്, നമസ്കരിച്ചിരുന്നവരാണ്.
അപ്പോൾ അവരിലേക്ക് വിടുമ്പോൾ അള്ളാഹുവാണ് റബ്ബെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട്. മഴ പെയ്യിപ്പിക്കുന്നവനും അതേപോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്നവനും സൃഷ്ടിച്ചവനും ഒക്കെ അള്ളാഹുവാണ് അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബ് ആണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇബാദത്തിന് അർഹത അള്ളാഹുവിന് മാത്രമാണോ അല്ലേ എന്നുള്ളതിലാണ് തർക്കം ഉടലെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ തെളിവും അതേപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനവുമാണ് പറഞ്ഞത്. അതിനുശേഷം വദലീലു ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതായ സാക്ഷ്യവചനത്തിൻ്റെ തെളിവെന്താണ്? അത് അള്ളാഹു തആല പറയുന്നതാണ്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നുള്ള ആയത്താണ്. ലഖദ് ജാഅകും, നിങ്ങളിലേക്ക് ഇതാ നിശ്ചയമായും എത്തിയിരിക്കുന്നു. ആരാണ് വന്നിരിക്കുന്നത്? റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ളതായ ഒരു റസൂൽ, നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന, നിങ്ങളുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്നതായ ഒരു റസൂൽ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ആ റസൂലിന്റെ? അപ്പോൾ ഇത് റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു? സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, ആ റസൂലിന് പ്രയാസകരമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. ഈ ഉമ്മത്തിന് ഏതെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് ആ റസൂലിന് സഹിക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം ചെയ്യാം അത് കാണാൻ സാധിക്കും. ഈ ഉമ്മത്തിനോടുള്ള കാരുണ്യം, അവർക്ക് നന്മ ലഭിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിവിന്റെ പരമാവധി ചെയ്തിരുന്നു, ശ്രമിച്ചിരുന്നു. വളരെയധികം മുഅ്മിനീങ്ങളോട് അവർക്ക് ഗുണകാംക്ഷ ഉള്ളയാളായിരുന്നു എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ ഹിദായത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സ്വർഗപ്രവേശനത്തിന് വേണ്ടി നബി എന്ത് ചെയ്തിട്ടുണ്ട്? എത്രത്തോളം എന്നാൽ അവർക്ക് പ്രതിഫലം എത്ര ഇരട്ടി കിട്ടുമോ അതിനെല്ലാം നബി ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നമസ്കാരം കഴിഞ്ഞ് മസ്ജിദിലിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ കയറി വന്നു പള്ളിയിലേക്ക്. അപ്പോൾ നബി ചോദിക്കുകയാണ്, ആരാണ് അദ്ദേഹത്തിന് സ്വതക്ക കൊടുക്കാൻ സന്നദ്ധത ഉള്ളവൻ? അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിക്കാൻ സന്നദ്ധൻ ആരാണ്? അദ്ദേഹം മസ്ജിദിലേക്ക് കയറി വന്നു, നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ഫർദ് നമസ്കാരം. ഇനി നമസ്കരിക്കേണ്ട ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് നിങ്ങളിൽ ആർക്കാണ് സദക്ക കൊടുക്കാൻ സാധിക്കുക? അദ്ദേഹത്തിന് ജമാഅത്ത് കൊടുത്താൽ എന്തായി? 27 ഇരട്ടി പ്രതിഫലം കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് നന്മ കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഉമ്മത്തിലെ എന്തെല്ലാം ഖൈറുണ്ടോ അതെല്ലാം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ നേരിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അതിയായ തൽപരനായിരുന്നു ആ നബി. നിങ്ങളുടെ ഹിദായത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് അത് അതിയായ തൽപരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം തറാവീഹ് എന്ത് ചെയ്തു? പള്ളിയിൽ നമസ്കരിച്ചു 2-3 ദിവസം. എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് മാറ്റി. കാരണം എന്താണ്? ഈ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇത് ഫർളാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ സാധിക്കുകയില്ല എന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതേപോലെ തന്നെ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കൃപയുള്ളവനായിരുന്നു, കാരുണ്യമുള്ളവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ സാക്ഷ്യമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുള്ളതിന്. ഇനി വമഅന ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നത്? ഒരാൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുകയാണ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് പിന്നെ അവൻ ചെയ്യേണ്ടത്? ആ കലിമയോടുള്ളതായ അവന്റെ ബാധ്യത എന്താണ്? കലിമ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? അതിന്റെ അർത്ഥം ത്വാഅതുഹു ഫീമാ അമർ, അതാണ്. എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അതിനെന്ത് ചെയ്യണം? അനുസരിക്കണം. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു നൽകുന്നതായ വാർത്തകൾ അത് സത്യപ്പെടുത്തണം. അപ്പൊ നബി കൽപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ടാവും. ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ പ്രദോഷം വരെയും എത്രയോ കൽപ്പനകളാണ്, ധാരാളക്കണക്കിന് കൽപ്പനകൾ എന്നുണ്ട് ഒരു മനുഷ്യന്റെ മുന്നിലുണ്ട് ഓരോ ദിവസവും.
എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യുക, അനുസരിക്കുക എന്നുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അംഗീകരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറയുന്നത് ആരാണ്? മുഹമ്മദ് നബി റസൂലാണ്, മുർസലാണ്. മുർസിലായ അള്ളാഹുവാണ് ഇത് പറയുന്നത്. അയച്ച ഒരു അള്ളാഹുവാണ് എന്ത് ചെയ്യണത്, ഇത് പറയണത്, ഇത് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് അതിനനുസരിക്കൽ എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമാണ്. എന്താണോ നമ്മോട് കൽപ്പിക്കുന്ന പറഞ്ഞു തരുന്നതായ വാർത്തകൾ, കഴിഞ്ഞു പോയിരിക്കുന്ന ധാരാളം ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അതേപോലെ ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് മുമ്പ് സംഭവിക്കുന്ന ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മരണശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഖബറിലെ രക്ഷയും ശിക്ഷയും, അതേപോലെ തന്നെ വിചാരണയെ സംബന്ധിച്ച്, ഹൗദിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, സുറാത്തിനെ കുറിച്ച്, സ്വർഗനരകങ്ങൾ, അതിലുള്ള ശിക്ഷയും രക്ഷയും, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, നബി പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടോ, അതിനെന്ത് ചെയ്തിരിക്കണം? അതിനെ സത്യപ്പെടുത്തിയിരിക്കണം. അത് സത്യമാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഒരാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നബി അത് പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ പിന്നെ അതിൽ പ്രസക്തിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് പറയുന്നത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. അത് ചിലപ്പോൾ എൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കാം, മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കാത്തതായിരിക്കാം. പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞതാണ്. റസൂൽ പറഞ്ഞു, അത് അംഗീകരിക്കുക, അനുസരിക്കുക. അതിനാണെന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് നമ്മുടെ യുക്തിക്ക് കൊള്ളുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കലാണ് ഈമാനെങ്കിൽ അത് കാഫിര്യങ്ങൾക്കും സാധിക്കുന്ന കാര്യമാണ്. ഈമാനും മുഅ്മിനും കാഫിറും തമ്മിൽ പിന്നെന്തില്ല? വ്യത്യാസമില്ല. നമ്മൾ മുഅ്മിനാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് അള്ളാഹ് പറഞ്ഞു. അത് ചിലപ്പോൾ ഞാൻ കണ്ടതായിരിക്കില്ല, എനിക്ക് ചിന്തിച്ച് ബോധ്യപ്പെട്ടതായിരിക്കണം എന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞതാണെന്ന് എനിക്ക് സ്ഥിരപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് എനിക്ക് സ്ഥിരപ്പെട്ടു. അത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സത്യപ്പെടുത്തുന്നു. ഇതിനാണെന്ന് പറയുക മുഅ്മിൻ എന്ന് പറയുക. അതേപോലെ തന്നെ മൂന്നാമതായി വജ്തിനാബു മാ അൻഹു നഹാ വസജർ. എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത്, താക്കീത് നൽകിയത്, അതിനെന്ത് ചെയ്യുക? മാറ്റിവെക്കുക, അതിനെ വെടിയുക, അകറ്റി നിർത്തുക. അതേപോലെ തന്നെ വഅൻ ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെടരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിമാ ശറഅ. എങ്ങനെയാണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മെ പഠിപ്പിച്ചത്, അങ്ങനെയല്ലാതെ. നബി എന്താണോ ശരീഅത്തിൽ പഠിപ്പിച്ചത് ഇബാദത്തായിട്ട്, എങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്നാണോ പഠിപ്പിച്ചത്, അങ്ങനെയല്ലാതെ എന്ത് ചെയ്യുന്നു? നമ്മൾ തോന്നുന്ന പോലെ ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റസൂല് പറഞ്ഞ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇബാദത്ത് ചെയ്യേണ്ടത്. അതല്ലാതെ തോന്നുന്നത് പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു? തോന്നുന്നത് പോലുള്ള ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ആരാധനകൾ, വിശ്വാസങ്ങൾ, എന്നാൽ പിന്നെ റസൂലിൻ്റെ ആവശ്യമില്ലല്ലോ. ദീൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിൽ എന്തുണ്ട്? ഒരു വസീലയാണ്, ഒരു ഇടയാളനാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരാൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തല്ല? മുസ്ലിമല്ല. അപ്പോൾ ദീൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അതാണെന്ത്? ദീൻ എന്നുള്ളത്. ഇതാണ് അതിൻ്റെ താല്പര്യം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ താല്പര്യം നമ്മൾ പ്രാവർത്തിക തലത്തിലാക്കുന്നില്ല. എന്താണോ അതിൻ്റെ ആശയം അത് ശരിയായി നിർവഹിക്കുന്നില്ല എങ്കിൽ എന്തല്ല? അത് എന്താവില്ല? ശരിയായ ഷഹാദത്താവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് അനുസരിക്കുക. കാരണം അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് എത്തിച്ചു തരുന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്ത് ചെയ്യുക? പറഞ്ഞു തന്ന വാർത്തകൾ അംഗീകരിക്കുക, സത്യപ്പെടുത്തുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചെയ്തിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. ഒരിക്കലും കളവ് പറയാത്ത ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശക്ക് പോലും ഒരു കളവ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അബൂ സുഫിയാൻ റോമിൽ രാജാവിൻ്റെ അടുക്കൽ പോയി പറയുമായിരുന്നു. ചോദിച്ചു, രാജാവ്, നിങ്ങളെപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? 40 വർഷം ജീവിച്ചിട്ടുണ്ട് അവരുടെ ഇടയിൽ, എപ്പോഴെങ്കിലും കളവ് പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന് മുണ്ടാട്ടമില്ല, അങ്ങനെ ഒരു അനുഭവം ഇല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട്. അപ്പോൾ അത്രയ്ക്ക് അത്ഭുതകരമാണ്. ഒരു കളവ് പോലും എന്ത് ചെയ്തിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അത് അനുസരിക്കുക എന്നുള്ളത്, സത്യപ്പെടുത്തുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്. ഇതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്
എന്നുള്ള രണ്ട് സാക്ഷ്യ വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ താൽപര്യവും വിശദീകരണവും അതിൻ്റെ ദലീലും ഇതാണ്. ഇനി അടുത്ത റുക്ന് വദലീലു സ്വലാത്തി, നമസ്കാരത്തിനുള്ളതായ ദലീൽ. അതാണ് ഇസ്ലാം കാര്യങ്ങളിലെ, ഇസ്ലാമിൻ്റെ റുക്നുകളിലെ രണ്ടാമത്തെ റുക്ന്. അതേപോലെ വസ്സക്കാത്തി, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വിടുക, ഇത് രണ്ടിനുമുള്ളതായ തെളിവ്. തഫ്സീറു തൗഹീദി, അതേപോലെ തന്നെ ഈ തെളിവില് തൗഹീദിന്റെ തഫ്സീർ വരുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വാക്യമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സക്കാ വദാലിക ദീനുൽ ഖയ്യിമ എന്നുള്ള ആയത്താണ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിന് അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യുക, ഇബാദാത്തുകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുക. ഇത് മാത്രമാണ് അവരോട് എന്ത് ചെയ്തിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദാത്തുകൾ എല്ലാം തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്നവരായ നിലയിലായിരിക്കും. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, അതിനോട് കൂടെ ചെയ്യുന്നു, വേറെ പലർക്കും ഇബാദത്ത് ചെയ്യുന്നു, അതല്ല കൽപ്പിക്കപ്പെട്ടത്. ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനോട് കൂടെ എന്തുകൊണ്ട്? ഇഖ്ലാസും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ വയുഖീമുസ്സലാ, അവർ നമസ്കാരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടും വയുഅ്തുസ്സക്കാ, സക്കാത്ത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണെന്ത്? ഖയ്യിമായ, ഏറ്റവും ചൊവ്വായ നേരെയുള്ളതായ ദീൻ അതാകുന്നു. ഇതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും റുക്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അർപ്പിക്കുന്ന ഇബാദാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണെന്ത്? നമസ്കാരം എന്നുള്ളത്. അതിൻ്റെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ 7 ആകാശങ്ങൾക്കപ്പുറത്താണ് എന്ത് ചെയ്തത്? ഫർള് ആക്കിയത്. മറ്റുള്ള ഇബാദാത്തുകൾ ഭൂമിയിലാണ് നിർബന്ധമാക്കിയതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്തത്? നമസ്കാരത്തെ നിർബന്ധമാക്കിയത്. അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഉണ്ടെന്നാണ്. ഒരാൾക്ക് കൺകുളിർമ ഉണ്ടാകണമെന്നാണ് നമസ്കാരത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്ങനെയാണ്? എനിക്ക് കൺകുളിർമയാണെന്ത്? നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് വിഷമമുണ്ടോ അപ്പം എന്ത് ചെയ്യും? നമസ്കരിക്കും. നമുക്ക് പ്രയാസങ്ങളുണ്ടാവും, നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് കാര്യങ്ങളായിട്ട് പറയുക, അതിലൂടെ സന്തോഷം കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഒരാൾക്ക് സാധിക്കും. ഒരാളുടെ ഈമാനിന് വർധനമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന് കോട്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നപ്പോഴാണ് നമസ്കാരത്തിലൂടെ സാധിക്കും. നമസ്കാരം ചിട്ടയായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ്റെ ഈമാൻ എന്തുണ്ട്? ബലമുണ്ട്. നമസ്കാരത്തിന് ദുർബലതകളുണ്ടോ? അപ്പം എന്ത് മനസ്സിലാക്കാം? ഈമാനിന് കോട്ടങ്ങളുണ്ട്. കാരണം നമസ്കാരത്തിലൂടെയാണ് ഒരാൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് സുജൂദിലാണ് ഒരു അടിമ അള്ളാഹുലേക്ക് എന്ത് ചെയ്യുന്നത്? ഏറ്റവും അടുത്തു വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ കൊണ്ടും ചില പ്രവർത്തികൾ കൊണ്ടും ഉള്ള ഇബാദത്താണ് നമസ്കാരം. അതിൻ്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ്, അതിൻ്റെ അവസാനം എന്തുകൊണ്ടാണ്? സലാം കൊണ്ടാണ്. അപ്പോൾ തക്ബീർ കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും പ്രവർത്തികളിലൂടെയുമുള്ള ഇബാദത്തിനാണ് എന്തെന്ന് പറയുക? നമസ്കാരം എന്ന് പറയുക. അത് ഈ ദീനിന്റെ തൂണാണ്. വഹിയ ഉമൂദുദ്ദീൻ, ദീനിന്റെ തൂണാണത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ ആകാശലോകത്ത് വെച്ച് മിഅറാജിന്റെ സമയത്താണ് എന്ത് ചെയ്തത്? നിർബന്ധമാക്കിയത്. അതേപോലെ തന്നെ സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഇൻമാഉ വ തത്ഹീർ, വളർച്ച എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ ശുദ്ധീകരണമാണ്. ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കലാണ്. അവന്റെ സമ്പത്ത് ശുദ്ധീകരണമുണ്ട്. അതേപോലെ തന്നെ മനസ്സിനെയും ശുദ്ധീകരിക്കുന്നത് എവിടെയുണ്ട്? സക്കാത്തിൽ നടക്കുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നു? അവൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്നും അതേപോലെ തന്നെ ആർത്തിയിൽ നിന്നും ഇതെല്ലാം ശുദ്ധീകരിച്ചെടുക്കലാണെന്ത്? സക്കാത്തിലൂടെ ചെയ്യുന്നത്. അത് ശുദ്ധീകരണമാണെന്നുള്ളതാണ്. കാരണം സമ്പത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. സമ്പത്ത് എന്താണ്? ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ഖൈറിനോട് അതായത് സമ്പത്തിനോട് അതികഠിനമായ സ്നേഹമുള്ളവനാണെന്ത്? മനുഷ്യൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾ അവന് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അതിനേക്കാൾ അവന് ഇഷ്ടപ്പെട്ട ഒന്ന് കിട്ടണം. അല്ലാണ്ട് എന്ത് ചെയ്യൂല? ഒരാൾ ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഒഴിവാക്കൂല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവന് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
അതിന് ബദലായിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യണം അവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കഠിനമായ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷ വേണം. അപ്പോൾ ഇവൻ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അവൻ സന്നദ്ധനാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ അവൻ വില വയ്ക്കുന്നുണ്ട്, അള്ളാഹുവാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയവൻ എന്നുള്ള ബോധം അവൻ്റെ മനസ്സിലുണ്ട്. ഇത് അവൻ്റെ മനസ്സിനെന്ത് ചെയ്യലാണ്? ശുദ്ധീകരിച്ചെടുക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭാഷാപരമായിട്ട് അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശുദ്ധീകരണമാണ്. ശരീരത്തിൻ്റെ സക്കാത്തുണ്ട്, അതാണെന്ത്? സക്കാത്തുൽ ഫിത്ർ. അതേപോലെ തന്നെ സമ്പത്തിൻ്റെ സക്കാത്തുണ്ട്, വ്യത്യസ്തങ്ങളായ സമ്പാദ്യത്തിന്, സ്വർണം, വെള്ളി, അതേപോലുള്ള ഡെപ്പോസിറ്റുകൾ, അതേപോലെ കച്ചവട വസ്തുക്കൾക്കുള്ള സക്കാത്തുണ്ട്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ അവകൾക്കുന്നുണ്ട് സക്കാത്തുണ്ട്. അതേപോലെ തന്നെ ഖനികൾക്ക് എന്തുണ്ട്? സക്കാത്തുണ്ട്. ആടുമാടൊട്ടകങ്ങൾക്ക് സക്കാത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സക്കാത്തിന്റെ ഇനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൊടുക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമാണ്. ഇൽമിന് സക്കാത്തുണ്ട്. ഉലമാക്കൾ പറയുന്നത് ഇൽമിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നാം നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, കൂട്ടുകാർക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഇൽമിന്റെ എന്താണ്? സക്കാത്താണ് എന്നുള്ള മക്കൾ പറയുന്നതാണ്. അപ്പോൾ സക്കാത്തും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് ബംഗുളിച്ചാവും വദലീലു സിയാമി ഖൗലുഹു തആല, നോമ്പിനുള്ളതായ തെളിവ് അള്ളാഹുവിന്റെ വാക്യമാണ്. അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണത്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. തഖ്വ ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധം നിറവേറ്റുക, വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇതിന് സാധിക്കാൻ ഏറ്റവും ഉതകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? നോമ്പെടുക്കുക എന്നുള്ളത്. അത് സഹായകരമാണ്. നോമ്പെന്ന് പറഞ്ഞ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ ഇംസാക്ക്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഭാഷാപരമായിട്ട് അതിൻ്റെ അർത്ഥം നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങളുണ്ട്, അവകളെ തൊട്ട് പിടിച്ചു വെക്കുക നമ്മുടെ മനസ്സിനെ നെയ്യത്തോടുകൂടെ. ഫജ്ർ മുതൽ എവിടെ വരെയും, അസ്തമയം വരെയും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? മനസ്സിനെ, ശരീരത്തെ പിടിച്ചു വെക്കുക. ഇതിനാണ് ശരീഅത്തിന്റെ ഭാഷയിൽ നോമ്പ് എന്ന് പറയുന്നത്. ഇത് ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അതിൽ ക്ഷമയുടെ 3 ഇനങ്ങളുമുണ്ടെന്നാണ്. ക്ഷമയുടെ 3 ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒന്ന്, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യാനുള്ള ക്ഷമ, അനുസരിക്കാനുള്ള ക്ഷമ. അതേപോലെ തന്നെ നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമിക്കാൻ അതിൽ പിടിച്ചിരിക്കുക. ഇത് 3 എവിടെ വരുന്നുണ്ട്? നോമ്പിൽ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് എന്ത്? ക്ഷമ എന്നുള്ളത്. അതേപോലെ തന്നെ വദലീലുൽ ഹജ്ജ് ഖൗലുഹു തആല, ഹജ്ജിനുള്ളതായ തെളിവ് അള്ളാഹുവിന്റെ വാക്യമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വലില്ലാഹി, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. അലന്നാസി, ജനങ്ങളുടെ മേലുള്ള ബാധ്യതയാണ്. ജനങ്ങൾ നിർബന്ധമായും അള്ളാഹുവിന് കൊടുക്കേണ്ട അവന്റെ അവകാശമാണ്. എന്ത്? ഹജ്ജുൽ ബൈത്തി, പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ആർക്കാണ് നിർബന്ധമാകുന്നത്? മൻ, ഒരാൾക്ക്. ഇസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വഴിയാൽ അവന് സാധ്യമായിരിക്കുന്നു. അതിനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, അതിലേക്ക് പോകാനുള്ള സഞ്ചാര മാർഗങ്ങളുണ്ട്. എന്നാൽ എന്താണ്? നിർബന്ധമാണ്. വമൻ കഫറ, എന്നിട്ട് പറഞ്ഞ പ്രയോഗം വളരെ പ്രസക്തമാണ്. ആരെങ്കിലും നിഷേധിച്ചാൽ, അതായത് ആരെങ്കിലും ഈ പറയുന്ന ശേഷി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കുഫറാണെന്നാണ് എന്ത് ചെയ്തത്? അള്ളാഹ് പറഞ്ഞത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ തൊട്ട് എന്താണ്? ഗനിയാണ്. അവൻ എന്താണ്? നിരാശ്രയനാണ്, ധന്യനാണ് അവരെ തൊട്ട്. അവരുടെ ഇബാദത്തുകളല്ല അള്ളാഹുവിന് എന്ത് ചെയ്യുക? നിലനിർത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഹജ്ജ് എന്താണ്? ആളുകൾ വച്ച് ബന്ധിക്കലുണ്ട്. ശേഷിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യണം. ചെറുപ്പകാലത്തിൽ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ഹജ്ജ് വച്ച് നീട്ടുക എന്നുള്ളതല്ല. അലൽ ഫൗർ എന്താണ്? ശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നിർബന്ധമായി എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ആരോഗ്യകരമായിട്ട് എന്ത് ചെയ്യണം? കഷ്ടപ്പാടുകളുള്ള ഒരു ജിഹാദാണത്.
അപ്പോൾ എന്ത് ചെയ്യണം? വളരെ വേഗതയിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും ഉത്തമം. ഹജ്ജ് എന്നുള്ളത് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ ഖസ്ദു, ലക്ഷ്യം വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശരീഅത്തിന്റെ ഭാഷയിൽ ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക? എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില ഇബാദാത്തുകൾ അർപ്പിക്കലാണ്. കഅബയെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ചുറ്റുപാടുള്ളതായ ഭാഗങ്ങളിൽ ചില ഇബാദാത്തുകൾ അർപ്പിക്കുക നിയ്യത്തോട് കൂടിയിട്ട്. ഇതിനാണ് എന്ത് പറയുന്നത്? വത്തഅബ്ബുദുലില്ല, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്ത്, ഒരു സമർപ്പണമാണ്. ബി അദാഇൽ മനാസികി, ചില മൻസക്കുകൾ, ചില ഇബാദാത്തുകൾ ചെയ്യുന്നതിലൂടെ. വിഫ്ഖമാ ജാഅ ഫീ സുന്നത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തിൽ എപ്രകാരമാണോ വന്നിരിക്കുന്നത് അതിൻ്റെ രീതി, അതേപോലെ അള്ളാഹുവിന് എന്ത് ചെയ്യുക? ചില ഇബാദാത്തുകൾ അർപ്പിക്കലാണ്. ഇത് ഒരു മനുഷ്യന് അവൻ്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യമാണ് എന്ത് ചെയ്യുക? നിർബന്ധമായി തീരുക. എന്നാൽ എന്താണ്? ഒന്നിലധികം ചെയ്യുക എന്നുള്ളത് എന്താണ്? മുസ്തഹബാണ്, സുന്നത്താണ്. നിർബന്ധമാകുന്നത് ഒറ്റ പ്രാവശ്യമേ നിർബന്ധമുള്ളൂ. ഇതാണ് ഇസ്ലാം ദീനിൻ്റെ 3 മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബ ഇസ്ലാം. അതിൻ്റെ 5 റുക്നുകളുടെ വളരെ ലഘുവായ ഒരു വിവരണമാണ് എന്ത് ചെയ്തത് പറഞ്ഞത്.